Focus. Presented by West London, Rockies Academic Zone, Alhambra, Russell Khema. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever. ജീവിതത്തിൽ ആരെയും വിലകുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസേന 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. ഫോക്കസിന്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. കുട്ടികൾക്ക് ലേണിംഗ് ഫ്രീഡം കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ ഫ്രീ തിങ്കേഴ്സ് ആയിട്ട് മാറ്റുക, അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക. എങ്ങനെയാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് ലേണിംഗ് ഫ്രീഡം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ഞാൻ ഈ ചോദ്യത്തെ കണക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഡൾട്ട്സിന്, യുവതീ യുവാക്കൾക്ക് എന്തു ഫ്രീഡമാണ് വേണ്ടത്, ആ ഫ്രീഡത്തിലേക്ക് കുട്ടികളെ അവർ യുവതീ യുവാക്കളാകുമ്പോൾ ആ ഒരു ഫ്രീഡം അവർക്കുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇന്നത്തെ മുതിർന്ന തലമുറയെ, യുവതീ യുവാക്കളെ എടുത്തൊന്ന് പരിശോധിച്ചാൽ 2 കാര്യങ്ങൾ മനസ്സിലാകും. അമിതമായ ആവേശം, അമിതമായ ധൈര്യം. ഈ അമിതമായ ആവേശം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാനുള്ള മനസ്സ്. ആ എന്തും ചെയ്യാനുള്ള താല്പര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ധൈര്യം. എൻ്റെ കാഴ്ചപ്പാടിൽ അത് ആപത്താണ്. ആ ഉള്ള എന്തും ചെയ്യാനുള്ള ധൈര്യം, എന്തും ചെയ്യാനുള്ളൊരു മനസ്സ്, എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യാനുള്ളൊരാവേശം, അത് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളിലൂടെ വളർത്തി ഒരു യുവതീ യുവാക്കളാകുമ്പോൾ അത്തരത്തിലുള്ള യുവതീ യുവാക്കളെ ഒരു സമൂഹത്തിന് സൃഷ്ടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് വിദ്യാഭ്യാസം അവിടെ കൊണ്ടെത്തിക്കില്ല. ഇനി 2, ഓക്കെ, അങ്ങനെ എന്തും ചെയ്യത്തില്ല, പിന്നെ എന്ത് ചെയ്യുന്ന ആൾക്കാരെ വേണം. ഒരുപാട് മുതിർന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഒരുപാട് യുവതീ യുവാക്കളെ എടുത്ത് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർക്ക് ഒന്നിനും ചെയ്യാനുള്ള ധൈര്യമില്ല, യാതൊന്നും ചെയ്യാനുള്ള തൻ്റെ ഇടമില്ല, ധൈര്യമില്ല. ജ്ഞാനമുണ്ടോ? ഉണ്ട്. ലാംഗ്വേജ് ഉണ്ടോ? ഉണ്ട്. സ്കില്ലുണ്ടോ? ഉണ്ട്. ടെക്നോളജി ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഇല്ലാത്ത? തീരുമാനം എടുക്കാൻ പറ്റില്ല. തീരുമാനമെടുക്കുക, അതിനെ ഓണർഷിപ്പ്, സ്വായത്തമാക്കുക, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കുക. ഏത് പ്രശ്നത്തിനകത്തും ഒരു പരിഹാരം പ്രശ്നത്തിലുണ്ടെന്ന് വിചാരിക്കുക, ആ പരിഹാരത്തിൽ ഉറച്ചു നിൽക്കുക, മുന്നോട്ടുള്ള വഴികളിൽ തെളിച്ച് നിർത്തി പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ ഒരു രാഷ്ട്രം ഭദ്രമാകും. ഒരു രാഷ്ട്രം ഭദ്രമാകാത്തത് അത്തരത്തിലുള്ള ജനതയില്ല, അടിമത്വമാണ്. അല്ലെങ്കിൽ അടിമത്വത്തിലൂടെ ജീവിക്കുന്ന ഒരു ജനതതി. അടിമത്വം എന്ന് പറയുമ്പോൾ ഒരു സ്ലേവറി അല്ല. തീരുമാനം ഞാൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ തീരുമാനിക്കൂ, ഞാൻ ചെയ്യാം. ഉത്തരവാദിത്വം ഞാൻ എടുക്കില്ല, നിങ്ങൾ ഉത്തരവാദിത്വം എടുത്താൽ ഞാൻ ചെയ്യാം. നിങ്ങൾ ക്രിയേറ്റിവിറ്റി ചെയ്തോളൂ, ഞാൻ പറയണ പോലെയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഒരു വലിയൊരു
ബഹുസമൂഹത്തെ തന്നെ ഞാൻ കാണുന്നുണ്ട്. അവരെ നമ്മൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അവർ ഉതകുന്ന മാതിരി പ്രവർത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കും. എൻ്റെ ജോലി, എൻ്റെ സമാധാനം, എൻ്റെ ജീവിത രീതി, അതിനപ്പുറം ഞാൻ ഒരു റിസ്ക്കും എടുക്കില്ല എന്നുള്ള ഒരു സമൂഹം വളർന്നു വന്ന് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് പേരെ ഞാൻ എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട്. ഇവരെങ്ങനെ ഇങ്ങനെയായി? അവിടെയാണ് ഞാൻ സ്കൂളിൽ എന്ത് ലേണിംഗ് ഫ്രീഡം കൊടുക്കണം എന്ന് ഞാൻ ഈ ചോദ്യത്തെ കാണുന്നത്. എന്ത് ലേണിംഗ് ഫ്രീഡം കൊടുക്കണം? ആ ലേണിംഗ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ തങ്ങളിലുള്ള പെരുമാറ്റ രീതിയെ ഭാവിയിൽ ഉത്തമ പുരുഷന്മാരാക്കാൻ പറ്റിയ ഒരു പെരുമാറ്റ രീതി ആദ്യം കൊണ്ടുവരണം, പഠിത്തത്തിനൊക്കെ മുമ്പേ. അതെന്താണ് ആ പെരുമാറ്റ രീതി? പരസ്പരം സഹകരിക്കുക, പരസ്പരം വിശ്വസിക്കാൻ പഠിക്കുക, പരസ്പരം അന്യോന്യം സഹായിച്ച് പഠിക്കുക, ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ മറ്റേയാൾ സഹായിച്ചു കൊടുക്കുക, വിഷമതകൾ മനസ്സിലാക്കുക, പഠിത്തത്തിൻ്റെ വിഷമവും അല്ലാത്ത വിഷമതകളും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന ഒരു സ്കൂൾ അന്തരീക്ഷം കുട്ടികൾക്കില്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ ആ അന്തരീക്ഷം വരുത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് കുട്ടികൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ചോദ്യം വരുന്നത്. കുട്ടികൾ എങ്ങനെ പഠിക്കണം? ഞാൻ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞതാണ്. കുട്ടികൾ പഠിക്കുന്നതിനേക്കാളും കുട്ടികൾ പരാജയപ്പെടുമ്പോൾ എങ്ങനെ തിരിച്ചു പഠിക്കണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് ആദ്യം വേണ്ടത് വിജയവും പരാജയവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം വിജയിച്ചതുകൊണ്ട് എന്നെ മഹാനായും എനിക്കൊരു വലിയ വിലയും കിട്ടത്തില്ല, എന്നെ ഒരു റെസ്പെക്റ്റും തരത്തില്ല. പരാജയപ്പെട്ടതുകൊണ്ട് എനിക്കൊരു റെസ്പെക്റ്റ് പോകത്തുമില്ല. അത് സ്കൂളിൻ്റെ ഉത്തരവാദിത്വമാണ്. കുട്ടി വിജയിച്ചാലും പരാജയപ്പെട്ടാലും 90% വാങ്ങിച്ചാലും 10% വാങ്ങിച്ചാലും ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയ പരാജയ ഭീതിയേ ഇല്ല. ഭീതിയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമസ്ഥയായ കുട്ടിക്ക് ധൈര്യമുണ്ട്. അറിയാൻ വയ്യാത്തതിനെ അറിയാനും അറിഞ്ഞതിൽ നിന്നും അറിയാൻ വയ്യാത്തതിനെ അന്വേഷിച്ചു പോകാനും അത് അന്വേഷിച്ചു പോകുമ്പോഴുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം പരിഹരിക്കാനും ഞാൻ എങ്ങനെ പോയാലും എത്ര സമയമെടുത്താലും എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞാലും ഞാൻ അവസാനം ഇതിന് ഉത്തരം കണ്ടുപിടിക്കുമെന്നും ഓരോ പ്രാവശ്യം ഞാൻ പരാജയപ്പെടുമ്പോഴും എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് ഞാൻ തിരിച്ചറിയുമെന്നും ഓരോ പരാജയത്തിനകത്തും വിജയത്തിലേക്കുള്ള വഴി ഒളിഞ്ഞിരിപ്പുണ്ടെന്നും മനസ്സിലാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാവിയിലെ ആരായി മാറിയാലും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കാനോ തീരുമാനം നടപ്പാക്കാനോ തീരുമാനത്തിൽ പാളിച്ചകളിൽ നിന്ന് കറക്റ്റ് ചെയ്യാനോ അഥവാ തീരുമാനങ്ങളിൽ പാളിച്ചകൾ വന്നാൽ മനസ്സമാധാനത്തിൽ നിന്ന് അതിനെ നോക്കാനോ ഒക്കെ അവന് സാധിക്കും. അപ്പം കുട്ടികളിൽ എന്ത് ലേണിംഗ് ഫ്രീഡം കൊടുക്കണമെന്ന് പറഞ്ഞാൽ റെസിലിയൻസ്, ഒരിക്കലും പരാജയ ഭീതിയില്ല, പരാജയ ബോധമുണ്ടാകും. പക്ഷേ പരാജയത്തിൽ നിന്നും തിരിച്ചു വരാനുള്ളൊരു ധൈര്യം വളർത്തിയെടുത്താൽ മാത്രമേ ഭാവിയിലൊരു നല്ലൊരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു തലമുറ ഇല്ലെങ്കിൽ ഓരോ രാജ്യത്തിനും അതിൻ്റെ സുരക്ഷിതത്വത്തിനും പുരോഗതിക്കും വലിയ വിലങ്ങുതടികളുണ്ടാകും. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് you.
Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. വലിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. കൊച്ചിക്കും തിരുവനന്തപുരത്തിനുമിടയിൽ ആദ്യമായി ഒരു നാടിന്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കായി ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങളോടെ പ്രതിഭയുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ജീവന്റെ കാവലായി ഒരാശുപത്രി. വലിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമിടയിൽ ഇനി നിങ്ങൾ സുരക്ഷിതരാണ്. Gulf Brothers Hair Fixing. Wipe your baldness forever. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഹൈ ടീ, ഫൈൻ ക്വാളിറ്റി. Al Aftar Medical Center, Sharjah, one of the best multi-specialty medical and dental center in Sharjah. Our dental specialties include orthodontist, implantologist, periodontist and endodontist. Al Aftar Medical Center, opposite Emirates, NBD Main Branch, King Abdulaziz Road, Sharjah. Contact 0655 05007 05017411154. നിൽക്കുന്നു നമ്മുടെ കല്യാണച്ചക്കൻ സിംപ്ലകുമാരൻ അടിമുടി മാറി കണ്ടവർഞ്ഞെട്ടി കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു അമ്മാവൻ ചൊല്ലി ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു പായലും പൂപ്പലും അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. സാബു ഓക്കേ ഗൈസ്, റെഡി ഫോർ ദ മേക്ക് ഓവർ. സാബുവും കൂട്ടരും പണി തുടങ്ങി. പറഞ്ഞു വീടിന്റെ മേക്ക് ഓവർ പൊട്ടിച്ചു. പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. പറഞ്ഞു പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ, ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. മുടി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷാജിക്കയാണ്, നമ്മുടെ ഗൾഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഹെയർ ഒക്കെ ചെയ്തിരുന്നത്. പല സിനിമകൾക്കും എനിക്കിന്ന് ലാലേട്ടൻ മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരൻ അങ്ങനെ ഒരു ഹെയർ വേണമെന്ന്, പുതിയൊരു പടത്തിന് വേണ്ടി ഒരു ഹെയർ വേണമെന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? എറണാകുളം ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോവാണ്, നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ഫിഗറിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ UAE-യിലുണ്ട്, പിന്നെന്താ സൗദിയിലുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഗൾഫ് ബ്രദേഴ്സ്. Gulf Brothers Hair Fixing. Wipe your baldness forever. Hello and welcome to another segment of Aras Medical Devices Exclusive. In today's segment, we are going to learn more about the staff responsible for medical and laboratory gas engineering infrastructure, the clinical architecture, downstream biomedical and respiratory systems. Good evening to all. Today we are covering the area for the medical gas system, which is one neglected area. Probably people are thinking that it is very easy, but it is one of the critical, and we want to cover that area. One is giving a training to the medical gas technicians or the people who are handling this medical gas system. We will start from the medical gas system, which is filled in the cylinders. When you go to the hospitals,
or any other healthcare centers, you will see many cylinders are lying everywhere. That cylinder is having some of the cylinders are empty, some of the cylinders are full, some of them are poisonous, some of them are hazardous, some of them are corrosive. Therefore, there are many precautions to be taken for the cylinder management. When you say cylinder management system, sometimes the cleaners are handling this medical gas system in the hospital. Operation theatre, whenever there is an operation theatre, they wanted to change the cylinders. Whenever they want to change the cylinders, they are always depending on the cleaners. Therefore, that is very important that that cleaner should know what they are bringing to the whenever the doctor is asking for it. Therefore, you first of all, that person who is handling the gas system or a cylinder system, they must be aware what is the pressure in that cylinder, what is the volume in that cylinder, what is the gas inside that cylinder. This should be aware about by the person who is handling this cylinders. This is very important. Therefore, we should give them a training. When we are talking about the training, we have to start from the low level to the engineers. When you talk about the low level means you have so many staffs are working in the hospitals. Patients should are handling the cylinders because of the cylinder as we call the porter. Porter need a training. If without having a training, porter cannot handle the gas system. That's why I am repeating these things. One is the cylinder which is having explosive, high pressure is at 2000 psi minimum. That pressure itself we call 150 bar or 230 bar pressure is inside the cylinder, which is you cannot handle or you cannot put your hands. When you are handling the cylinder, you first of all you look at what is the valve connection. The valve connection which I are talking about, there is a non-interchangeable connection is there. There is a pin index connection is there. Bull nose connection is there. Screw connection is there. That's why you can see from here. You can see this. What are the type of cylinders? What are the color code is there? That's why we should identify almost 16 gases we are using for the medical application. That all the cylinders are different color, different valve connection, different pressure. The filling pressure is different, working pressure is different. Therefore, we need to have give a training for the staffs are working in the medical field or medical gas field. They should give them a training. Then we are talking how to connect the cylinders. Same thing, you should know what is the connection of the valve. You should know the connection of the manifold. You should know what is the type of gases we are using. If you are using oxygen to nitrous oxide into air, air into NOx, air into, all those connections, if it is not correct, the patient will die, our service will be completely interrupted. Therefore, definitely you need to have that training is very important. How we are going to do the training? One is you should give the training for the porters. You should give the training for if you are using as a cleaner, you should give them a training. Then the nurse should have the training. She should know or he should know that what is the type of gas we are using. Then you got a designated nurse should have the training for that. Then you should know that what is the gases we are going to give to the patient. The doctor should know that what is the gas and what is the prescription we should give to the nurses, type of gases, how you are going to use it. Anesthetist should know how that we can use that cylinders. Therefore, all this to have a training with authorized person, competent person and maintenance, and all the engineers should be aware about that also, especially for the biomedical engineers. Thank you very much for that time, and I hope that this will be a good session and everybody should understand the importance of the medical gas system. That brings us to the end of this segment of Aras Medical Devices Exclusive. Anantapuri Hotels and Restaurants, Muscat, Oman.
a feast of flavors, a treat to your soul. Anantapuri Hotels and Restaurants, Muscat, Oman. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424457. Gulf Brothers Hair Fixing. Wipe your baldness forever. വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. കൊച്ചിക്കും തിരുവനന്തപുരത്തിനും ഇടയിൽ ആദ്യമായി ഒരു നാടിന്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കായി ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങളോടെ പ്രതിഭയുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ജീവന്റെ കാവലായി ഒരാശുപത്രി. വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി. തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമിടയിൽ ഇനി നിങ്ങൾ സുരക്ഷിതരാണ്. Al-Aftar Medical Center, Sharjah, one of the best multi-specialty medical and dental center in Sharjah. Our dental specialties include orthodontist, implantologist, periodontist and endodontist. Al-Aftar Medical Center, opposite Emirates, NBD Main Branch, King Abdulaziz Road, Sharjah. Contact 0655 050 1741154. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. മുടി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷാജിക്കയാണ്, നമ്മുടെ ഗൾഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഹെയർ ഒക്കെ ചെയ്തിരുന്നത്. പല സിനിമകൾക്കും എനിക്കിന്ന് ലാലേട്ടൻ മുതൽ അങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരൻ അങ്ങനെ ഹെയർ വേണമെന്ന്, പുതിയൊരു പടത്തിന് വേണ്ടി ഒരു ഹെയർ വേണമെന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? എറണാകുളം ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോവാണ്, നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ഫിഗറിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ UAE-യിലുണ്ട്, പിന്നെന്താ സൗദിയിലുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഗൾഫ് ബ്രദേഴ്സ്. Gulf Brothers Hair Fixing. Wipe your baldness forever. നമസ്കാരം. വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് പ്ലസിൽ വന്നിരിക്കുന്ന അതിഥി ഡോക്ടർ സോജൻ സ്കറിയ. മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞാൻ ഡോക്ടർ സോജൻ സ്കറിയ, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റൽ. രോഗികൾക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഈ കൊറോണ കാലത്ത് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ടെലിമെഡിസിൻ എന്ന് കേട്ടിട്ടുണ്ടാവും, പലരും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും പല ആൾക്കാർക്കും അതേപ്പറ്റി ഒരു ക്ലിയറായ അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പറയാം എന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ടെലിമെഡിസിൻ സൗകര്യമുണ്ട്. ഇതിൻ്റെ പ്രയോജനം എന്താണ്? നമ്മൾ ഈ കൊറോണ കാലത്ത് ബുദ്ധിമുട്ടി റിസ്ക് എടുത്ത് ആശുപത്രി വന്ന് ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ വെയിറ്റിങ്ങിന് സമയമെടുത്ത് ഇതിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ടെലിമെഡിസിൻ വഴി ഫേസ് ടു ഫേസ് ആയിട്ട് വീഡിയോ കോൾ വഴി നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാനും മാത്രമല്ല രോഗികളുടെ കംപ്ലീറ്റ് ആ പറഞ്ഞ വിവരങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാനും അതിനുശേഷം എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാനും അവസാനം എല്ലാ സംസാരങ്ങളും വിവരങ്ങളും കൈമാറിയതിന് ശേഷം മരുന്നുകൾ രോഗിക്ക് കൊടുക്കുന്നതിലേക്കായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും ടെലിമെഡിസിൻ വഴി സാധിക്കുന്നതാണ്. വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ ഒരു രോഗി ആശുപത്രി വരേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. ചില പ്രത്യേക സാഹചര്യത്തിൽ ചില
പരിശോധനകൾ, പ്രഷർ അല്ലെങ്കിൽ ചില രക്തോട്ടക്കുറവുള്ള കാലുകളുടെ പരിശോധന അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ പോലെയുള്ള വളരെ അപൂർവമായ കാര്യങ്ങൾക്ക് മാത്രമേ റെഗുലറായിട്ട് ഒരു രോഗി ആശുപത്രിയിൽ വരേണ്ട കാര്യമുള്ളൂ. വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മൾ കൊറോണയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ എന്താണ് മരുന്ന് കഴിക്കേണ്ടത്, ആ മരുന്നിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മെയിലായിട്ട് അല്ലെങ്കിൽ വാട്സാപ്പായിട്ട് ഈ രോഗിക്ക് അയച്ചു കൊടുക്കുകയും അവർക്ക് തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നിശ്ചിത പരിധിക്കുള്ളിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് തന്നെ വീട്ടിൽ മരുന്നായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാനുമുള്ള സംവിധാനമുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത് ഈ സംവിധാനം ഇപ്പോൾ മിക്ക വലിയ ഹോസ്പിറ്റലുകളിലുമുണ്ട്. രോഗികളായ നിങ്ങളെല്ലാവരും ഇത് ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഈ ഒരു കൊറോണ സമയത്ത് പലരും ഡോക്ടർമാരെ കാണാതെയും മരുന്ന് മുടക്കിയും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ മരുന്നിൻ്റെ ഡോസ് തുടരുകയും ചെയ്യുന്ന മൂലം ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ആശുപത്രിയിൽ വരാൻ ബുദ്ധിമുട്ടാണോ? വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വീഡിയോ കോൾ നടത്തി ടെലിമെഡിസിൻ വഴി നിങ്ങളുടെ വിഷമങ്ങൾ പറയുകയും നിങ്ങളുടെ പഴയ റെക്കോർഡ് ആശുപത്രിയിലുണ്ടെങ്കിൽ അത് എടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പുതിയതായിട്ടുള്ള രോഗിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും സിസ്റ്റത്തിൽ കയറ്റുന്നതിനും എന്നേക്കുമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനുമുള്ള സംവിധാനമുണ്ട്. ആവശ്യമുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഒരു ലാബിൽ ചെയ്ത് ആ റിപ്പോർട്ട് ഞാൻ അയച്ചു തരികയും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൃത്യമായ മരുന്നുകൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരികയും ചെയ്യുന്നതാണ്. ഈ മരുന്നുകൾ നിങ്ങൾ ഒരു നിശ്ചിത അകലത്തിൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരാനും മിക്ക ആശുപത്രിയിലും സംവിധാനമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്നുകൾ വാങ്ങിക്കാവുന്നതാണ്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടെലിമെഡിസിൻ. അതുകൊണ്ട് വരും കാലങ്ങളിൽ വീട്ടിൽ രോഗിയെ കൊണ്ട് ആശുപത്രി വരാൻ ആളില്ലാതിരിക്കുക, കൊറോണ കുറയാതിരിക്കുക, പല പല സാഹചര്യത്തിൽ എത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടെലിമെഡിസിൻ ഉപയോഗിക്കണം. വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ത് ആവശ്യവും നിങ്ങളുടെ എന്ത് വിഷമവും ആ സമയങ്ങളിൽ ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യാം. അതിനുള്ള കൃത്യമായ നടപടി ഉണ്ടാവും. വളരെ അപൂർവമായിട്ടേ ഉള്ളൂ നിങ്ങളോട് ആശുപത്രിയിൽ നേരിട്ട് വരാൻ ഞങ്ങൾ ആവശ്യപ്പെടേണ്ടതായിട്ടുള്ളൂ. താങ്ക് യു. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിന്റെ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. ഫോക്കസ് presented by West London, Rockies Academic Zone, Alhambra, Russell Khema. and powered by Chembaka Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaka Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever.